ഞാനാണ് തിന്മ. ഈ ലോകത്തിൽ നടക്കുന്ന സകല അനീതിയുടെയും അശാന്തിയുടെയും അക്രമത്തിന്റെയും കാരണക്കാരൻ. ഈ ലോകം എന്റെ പിടിയിൽ അമർത്തുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഈ ലോകം മുഴുവൻ എനിക്കടിമകളുണ്ട്. ഇതാ ഇതാ ഈ പെട്ടി കണ്ടോ? ഇതൊരു കെണിയാണ്, കെണി. ഈ കെണിയിൽ ഞാൻ ധാരാളം പേരെ വീഴ്ത്തിയിട്ടുണ്ട്. ഈ കെണിയിൽ ആളുകൾ വീഴുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഈ പെട്ടി ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അപ്പുറത്ത് മാറി നിൽക്കാം. ഇതെന്താണാവോ ഈ ബോക്സില്? വല്ല ബോംബോ മറ്റോ ആണോ ആവോ? ആർക്കറിയാം. അടുത്തെങ്ങും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇതെന്താണ് ഈ പൊതിയില്? ഇതൊരു സ്മാർട്ട് ഫോൺ ആണല്ലോ. ആരാണോ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? എന്തായാലും ഒന്ന് നോക്കാം. ഹായ്, ഇതിനകത്ത് ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും എല്ലാം ഉണ്ടല്ലോ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം വൃത്തികേടുകളാണ്. വേണ്ട, അമ്മയും അച്ഛനും എപ്പോഴും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന്. അല്ലെങ്കിൽ ഒന്നോടൊന്ന് നോക്കിയാലോ? വേറെ എന്തൊക്കെയോ ഈ പെട്ടിയിലുണ്ടല്ലോ. അയ്യോ, ഇത് മയക്കുമരുന്നാണെന്നാ തോന്നുന്നത്. പേടിക്കണ്ട 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 മോനെ. ഇതെന്താ കയ്യില്? മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് മോനെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ഒന്ന് 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 പരീക്ഷിച്ചു നോക്കും മോനെ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഏയ്, എനിക്ക് വേണ്ട. എനിക്കിതൊന്നും ശീലമില്ല. എനിക്കിത് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോനെ? ചുമ്മാ ഒരു തമാശക്കല്ലേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ എല്ലാ സുഖങ്ങളും ഒക്കെ ഒന്ന് അറിയണ്ടേ മോനെ? വേണ്ട വേണ്ട, എനിക്കൊരു ഭാവിയുള്ളതാ. അത് വെറുതെ കളയാൻ ഞാനില്ല. എടാ മോനെ, നിന്നോടൊരു സാമ്പിൾ ഒന്ന് നോക്കാനല്ലേ പറഞ്ഞോളൂ. അല്ല, നീ ഇത്ര പുണ്യവാനം ചമച്ചിട്ട് നിനക്ക് എന്നാ കിട്ടാനാ മോനെ? മോനെ, നീ ഇതൊന്ന് കഴിക്കണം, കഴിച്ചു നോക്കണം. കൊള്ളാം കൊള്ളാം കൊള്ളാം, മിടുക്കൻ. ഇപ്പോഴാണ് നീ ഒരാണായത്. ഇനിയും എന്തൊക്കെയോ ആ പെട്ടിയിലുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതൊരു മദ്യക്കുപ്പിയാണല്ലോ. അതെ അതെ, നീ അതും ഒന്ന് രുചിച്ചു നോക്കണ മോനെ. വേണോ? ഞാൻ ഇതുവരെ ഇതൊന്നും കൈകൊണ്ട് തൊട്ടിട്ടില്ല. നീ ഒരു പേടിത്തോടനായി പോയല്ലോ മോനെ. കുടി മോനെ, കുടി. ഞാൻ ഇനി ഒരു സത്യം പറയാം. ഈ പെട്ടി ഇവിടെ കൊണ്ടുവച്ചത് ഞാനാ മോനെ. ആണോ? താങ്ക് യു താങ്ക് യു. അല്ല, എന്താ താങ്കളുടെ പേര്? പേരൊക്കെ പിന്നെ പറയാം. ഈ പെട്ടിക്കകത്തുള്ളതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മനോഹരമായ ചില ഓഫറുകൾ നൽകാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഓഫർ. സന്തോഷം. കൊള്ളാം കൊള്ളാം കൊള്ളാം. എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു. തീർന്നില്ല, ഇതാണ് രണ്ടാമത്തെ ഓഫർ. ഉന്മേഷം. ഇപ്പോഴാണ് ജീവിതത്തിലെ രസം. ഇനി എന്തെങ്കിലും ഓഫർ ഉണ്ടോ ചേട്ടാ? ഈ ആ മയക്കുമരുന്നും കൂടി ഒന്ന് എടുത്ത് കഴിക്കുമോ? ഉപയോഗം കൂടുന്തോറും ഓഫറുകൾ കൂടിക്കൂടി വരും. ഇതാണ് അടുത്ത ഓഫർ. ധൈര്യം. ഓ ശരിയാണ്, എനിക്കിപ്പോ ആരെയും ഭയമില്ല. ഈ ലോകത്തെ എനിക്ക് പേടിയില്ല. എന്റെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാം എപ്പോഴും എന്നെ ഉപദേശിക്കലാണ്.
അതിലെ പോകരുത്, ഇതിലെ പോകരുത്, അത് കഴിക്കരുത്, ഇത് തുടരുത്. എനിക്കിനി ആരുടെ ഉപദേശം വേണ്ട. ഇനി ആരെങ്കിലും എന്നെ നിയന്ത്രിക്കാൻ വരട്ടെ, കൊല്ലും ഞാൻ അവരെ. കൊള്ളാം കൊള്ളാം, നീയാണ് മോനെ യഥാർത്ഥ ആൺകുട്ടി. ദേ, ഇനി വളരെ പ്രത്യേകതയുള്ള ചില ഓഫറുകളാണ് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നത്. ഇതാ, ഇത് പിടി. നിരാശ. അയ്യോ, ഒന്നും വേണ്ടായിരുന്നു. ഛെ, ഒന്നും വേണ്ടായിരുന്നു. നന്നായി പഠിക്കുന്ന ഞാൻ, നന്നായി ജീവിക്കുന്ന ഞാൻ ഇന്ന് ഗതിയിലായല്ലോ. ഇതാ അടുത്ത ഓഫർ, കുറ്റബോധം. വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട. ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു. എനിക്കിനി മരിച്ചാൽ മതി. ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരുമോ? എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്റെ അമ്മ ഒരു പാവമാണ്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ ഇനി അവരുടെ മുഖത്ത് നോക്കും? എനിക്കിനി ജീവിക്കണ്ട. ഇതാ മോനെ, നിനക്കൊരു മെഗാ ഓഫർ, ക്യാൻസർ. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തൊണ്ടയ്ക്കും വയറ്റിലുമൊക്കെ ക്യാൻസർ വന്ന് കരളൊക്കെ ദ്രവിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും തീരാവേദനയായി കിടക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? നിനക്കും ഈ ഗതി അത് തന്നെ. വേണ്ട, എനിക്കിത് വേണ്ട. എനിക്കിനി ഒന്നും വേണ്ട. എനിക്ക് പോകണം, എനിക്ക് പോകണം. എന്നെ ഒന്ന് പുറത്തിറക്ക്, പുറത്തിറക്ക്, പുറത്തിറക്കാൻ. അനങ്ങി പോകരുത്. നിനക്കിനി രക്ഷപ്പെടാനാകില്ല. ഒരിക്കൽ ഈ പെട്ടിക്കകത്ത് കയറിയാൽ പിന്നെ അവന്റെ അവസാനം ശവപ്പെട്ടിയിലാണ്. രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നീ എന്റെ അടിമയാണ്, അടിമ. ലഹരിയുടെ മാസ്മരിക ലോകത്ത്, ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള കോടാനുകോടി അടിമകളിൽ ഒരാൾ നീ. നീ ഇനി എന്റെ അടിമയാണ്. അവിടെ തന്നെ കിടക്ക്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? എനിക്ക് മടുത്തു. അയ്യോ, തീർന്നല്ലോ ഇത്. എനിക്ക് ലഹരി വേണം, എനിക്ക് ഇനിയും വേണം. എല്ലാം മറക്കുന്നത് വരെ, എന്റെ ബോധം നശിക്കുന്നത് വരെ എനിക്കത് ഉപയോഗിക്കണം. പ്ലീസ്, പ്ലീസ്, അല്പം കൂടെ ലഹരി എനിക്ക് തരാമോ? അല്പം കൂടെ ലഹരി എനിക്ക് തരാമോ? അങ്ങനെ വഴിക്ക് വാ. നിന്റെ കയ്യിൽ പണമുണ്ടോ? പണമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ തരാം. എത്ര വേണമെങ്കിലും തരാം. ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. സാരമില്ല, നിന്റെ വീട്ടിൽ കാണും. നിന്റെ അപ്പനും അമ്മയും നിന്നെ അന്വേഷിച്ച് വരുമ്പോൾ ചോദിക്ക്. തന്നില്ലെങ്കിൽ മേടിക്കണം. കൊന്നിട്ടാണെങ്കിലും മേടിക്കണം കേട്ടോ. അയ്യോ, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും എനിക്കല്പം പണം തരാമോ? എനിക്കല്പം പണം തരാമോ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ജീവിതം നിനക്കെന്നും ബന്ധനം മാത്രമേ തരികയുള്ളൂ. മദ്യവും കഞ്ചാവും ആത്മഹത്യകളും യുക്തമായി കാര്യം തീർക്കുകയില്ല. സ്വന്തവും ബന്ധവും മിത്രവും ശത്രുവും നിത്യദുഃഖങ്ങളായി തീരുകില്ലേ? നിത്യദുഃഖങ്ങളായി തീരുകില്ലേ? മായച്ചന്തയിൽ മയങ്ങും മനുഷ്യ മരണം നിന്നിൽ അകലെയല്ല. മോനെ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. അയ്യോ, എന്റെ മോനെ ഇത് എന്ത് പറ്റി? എന്ത് കോലമാണോ ഇത്? എനിക്ക് പണം വേണം. എനിക്ക് ലഹരി വാങ്ങണം, അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. മോനെ, മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്നും കിടപ്പാടം വിറ്റും എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് നിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നീ ഒരു നല്ല നിലയിലായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ. പക്ഷേ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്?
അമ്മേ, അച്ഛാ, എനിക്ക് പണം തരാം. എനിക്ക് പണം വേണം. എനിക്ക് ഞാൻ നിങ്ങളെ കൊല്ലും. എനിക്ക് പണം വേണം. എനിക്ക് ലഹരി വേണം. അയ്യോ, എനിക്ക് പണം വേണം. എടാ അളിയ, അല്ലാണ്ട് അവിടെ ഒരു ബഹളം കേൾക്കുന്നു. വാടാ വാ. ദാണ്ട അവിടെ ഒരുത്തൻ കിടന്ന് കരയുന്നു. നമുക്ക് അവനൊരു ഹെൽപ്പ് കൊടുക്കാം. എന്താ എന്താ ഇവിടെ പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞങ്ങളുടെ മോൻ ദേ എവിടെ കുടുങ്ങിപ്പോയി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവനൊന്ന് രക്ഷിക്കുവാൻ. ഓ, അതാണോ പ്രോബ്ലം? അത് ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടന്മാരെ, ചേട്ടന്മാരെ, എന്റെ മോനെ പെട്ടെന്ന് രക്ഷിക്കാൻ. പിടിക്കണ, നമുക്കിങ്ങനെ രക്ഷിക്കണ. പയ്യൻ ആ വലിക്കണ, ആഞ്ഞു വലിക്കണ. എടാ ഒന്നുകൂടെ വലിക്കാൻ. മോനെ, സോറി മോനെ, ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദുഃഖമുണ്ടാ, ഒരുപാട് ദുഃഖമുണ്ട്. എന്തായാലും നിനക്ക് ഈ ഗതി വന്നല്ലോടാ. ഈ ദുഃഖം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദുഃഖം മറക്കാൻ ഞങ്ങൾ നീയും കുടിക്കും. കുടിച്ച് ബോധം കെട്ട് ഏതെങ്കിലും ഓടയിൽ കിടക്കും. മോനെ, ഞങ്ങൾ പോവാ. സോറി. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വീണ്ടും കാണാം. ബൈ ബൈ. അയ്യോ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല. അതങ്ങനെയാടി. അവരുടെ കുടുംബം തന്നെ രക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെയാ നമ്മുടെ മോനെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ, നമ്മുടെ കണ്ണിലുണ്ണി ആയിരങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ ഇവിടേക്ക് കടന്നു വരുന്നു. വീര നേതാവേ, ധീരതയോട് നയിച്ചോളൂ, പത്തല്ല പതിനായിരമല്ലോ, അഞ്ചെട്ടെണ്ണം പിന്നാലെ, അഞ്ചെട്ടെണ്ണം പിന്നാലെ. എന്റെ പൊന്നു നേതാവേ, എന്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു പോയി. അവനെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണമേ. ആഹാ, എന്റെ മണ്ഡലത്തിലൊരു പ്രശ്നമോ? എനിക്കത് കണ്ടില്ലെന്ന് വെക്കാനാവില്ല. ഈ നാടിന്റെ ക്ഷേമമാണ് എന്റെ സന്തോഷം. ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തായാലും നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതി സ്റ്റാമ്പ് നാളെ എന്റെ ഓഫീസിൽ കൊടുത്തേക്കാം. പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലെ അണികൾ വെള്ളമടിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഈ നാട്ടിൽ ലഹരിയുടെ ഒരു തരി പോലും മൂക്കിപ്പൊടി പോലും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. എന്തായാലും ഇവിടെ ഇരിക്കുകയല്ലേ, നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കൊടി കൂടെ തന്നുവിടാം. വല്ല ചാനലുകാർ വരുമെങ്കിൽ ഒന്ന് വീശി കാണിച്ചേര്. ശരി, അപ്പൊ വരട്ടെ. അയ്യോ, നേതാവേ, നേതാവേ, എന്റെ മോനെ കൈവിട്ടിട്ട് പോവാണോ? ഇല്ലടി, അവരൊക്കെ ഈ നാട്ടിൽ റോഡ് നന്നാക്കാൻ പറ്റിയെന്ന് വരും. ബഹുനില കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം പടുത്തുയർത്തുവാൻ പറ്റിയെന്ന് വരും. പക്ഷേ ലഹരിയിൽ മുന്നിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ പോലെ ഉള്ളവരെ രക്ഷിക്കുവാൻ അവർക്കാർക്കും കഴിയില്ല. ആർക്കും. ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കണേ, എന്റെ കുഞ്ഞു സഹോദരങ്ങളെ, ദേ, ഇവരെ ഒന്ന് രക്ഷിക്കണം. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? കയ്യോ കാലോ വെട്ടിയാൽ മതിയോ, അതോ തലയുയർത്തി മുമ്പിൽ വെക്കണം? ഏയ്, നിങ്ങൾ എന്താ പറയുന്നത്? എന്റെ ചെറുക്കനെ ഉപദ്രവിക്കാൻ വന്നവരാണോ? അത് ചേട്ടാ, ഞങ്ങളൊരു ചെറിയ കൊട്ടേഷൻ സംഘമാണ്. ഞങ്ങൾക്ക് വേറെ വർക്കുള്ളതാ.
ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവനെ എപ്പോ തരണം? അയ്യോ, അവനെ ഒന്നും ചെയ്യരുത്. അത് ഞങ്ങളുടെ മകനാണ്. അവൻ ലഹരിക്കകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ നിങ്ങൾ രക്ഷിക്കണം. ചേച്ചൻ, ഞങ്ങളെ വെറുതെ മെനക്കെടുത്തി. വാടാ പോകാം. അയ്യോ, അങ്ങനെ പറയരുതേ. നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഞങ്ങളിങ്ങനെ ചീപ്പ് കേസൊന്നും പിടിക്കാറില്ല. എന്തായാലും നിന്നല്ലേ, ഞങ്ങളൊന്ന് നോക്കട്ടെ. ഏയ്, നിങ്ങളോട് ആര് പറഞ്ഞു അവനെ തൊടാൻ? അത് ചോദിക്കാൻ നീ ആരാ? ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട. പോ പോ. ഞാനാരാണെന്നോ? ഞാനാണ് തിന്മ. ഇവൻ എന്റെ അടിമയാണ്. എന്റെ വലയിൽ നിന്നും ഇവനെ രക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. മര്യാദയ്ക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓഹോ, എന്നാലത് കാണട്ടെ. ഞങ്ങൾക്കാണെങ്കിൽ ഈ വർക്കിനൊരു എതിരാളി ഇല്ലാത്തത് കൊണ്ട് ഒരു ത്രില്ലില്ലാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം നിന്നെ ശരിയാക്കാം, എന്നിട്ട് ഇവന്റെ കാര്യം നോക്കാം. കണ്ടില്ലേ, ഇതാണ് എന്റെ ശക്തി. എടാ മക്കളെ, നിങ്ങളും എന്റെ പിടിയിലാണ്, തിന്മയുടെ പിടിയിൽ. നിങ്ങളും ഇവനുമെല്ലാം എന്റെ അടിമകളാണ്, അടിമകൾ. ഇനി നമ്മൾ തമ്മിൽ ഒരു മത്സരം വേണ്ട. നിങ്ങളെ കാത്ത് കൈയും കാലും കഴുത്തും നഷ്ടപ്പെടാനുള്ള ഒരുപാട് പേർ കാത്തിരിപ്പുണ്ട്. പോ പോ, വേഗം പോ. പോയി രക്തപ്പുഴയൊഴുക്ക്. ഇനിയും ഈ മണ്ണിൽ നിരപരാധികളുടെ രക്തം വീഴണം, വീട് കുതിരണം. അതുകൊണ്ട് ഈ തിന്മയുടെ ശക്തിക്ക് സന്തോഷിക്കണം. പാവങ്ങൾ, അവരറിയുന്നില്ല ഈ ചെയ്യുന്നതിനെല്ലാം പകരമായി അവരും ഇഞ്ചിഞ്ചായി അനുഭവിക്കുമെന്ന്. തീയിലേക്ക് പറന്നെടുത്ത് ഒടുവിൽ ഒരു പിടിച്ചാരമായി മാറുന്ന ഈ ആമ്പാറ്റകൾ. അയ്യോ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കൂടുതൽ കുറുക്കിലറിയാന്. ഭാഗ്യം കൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. കൊട്ടേഷൻകാർ പോയത് നന്നായി. മറ്റുള്ളവരുടെ കഴുത്തും കാലും വെട്ടാൻ നടക്കുകയാണ്. മരണാസനതയിൽ കിടന്ന ജീവന് വേണ്ടി കേടുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുവാൻ, ഒരിറ്റു ജീവൻ കൊടുക്കുവാൻ ഇവർക്ക് കഴിയുമോ? മരിച്ചു കിടക്കുന്ന ഒരുവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമോ? ഒരിക്കലും കഴിയുകയില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞും അപകരിക്കുകയല്ലേ? അതെ, എത്രയോ മാതാപിതാക്കന്മാരുടെ ശാപം അവരുടെ മേലുണ്ട്. എത്രയോ കുടുംബങ്ങൾ അവർ മൂലം അനാഥമായിട്ടുണ്ട്. ഇല്ല, എന്തിന്റെ പേരിലായാലും ജീവൻ കൊടുക്കാൻ കഴിവില്ലാത്തവർക്ക് അത് എടുക്കാനും അവകാശമില്ല. ദൈവം അവരെ വെറുതെ വിടില്ല. ഇനി ആർക്കെന്റെ മോനെ രക്ഷിക്കാനാകും? ദൈവമേ, എന്റെ കുഞ്ഞു വലിയ ആളാകാൻ കാത്തിരുന്ന ഞങ്ങൾക്ക് അവന്റെ നാശം കാണേണ്ടി വരുമോ? അല്ല, എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഇയാൾക്ക് എന്താ കണ്ണില്ലേ? ഞങ്ങളുടെ മകൻ ഇവിടെ കുടുങ്ങി കിടക്കുക. അവനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഞങ്ങൾ ഇനി ജീവിക്കുന്നില്ല. ജീവിച്ചിട്ട് കാര്യമില്ല. വല്ല റെയിൽ പാളത്തിലോ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. അരുത് സഹോദരങ്ങളെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യയിലൂടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുവാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ പോക്ക് ഒരിക്കലും ഒരു പരിഹാരമല്ല. ആ പോക്ക് വേദന നിറഞ്ഞ മറ്റൊരു ലോകത്തിലേക്കായിരിക്കും. മാത്രമല്ല, നിങ്ങളെ സ്നേഹിച്ചും ആശ്രയിച്ചും കഴിയുന്ന ഒത്തിരി ജീവിതങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് അതൊരു തീരാവേദനയുമായിരിക്കും. നിങ്ങൾക്ക്
എത്രയോ പേർക്ക് ആ ഭാഗ്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നാൽ നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും നിത്യശാന്തി ലഭിക്കുകയില്ല. നിത്യനരകത്തിൽ കിടന്ന് കോടാനുകോടി യുഗങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും. നിരാശപ്പെടണ്ട, ഇവൻ രക്ഷപ്പെടും. ഓ, ഇനി നിങ്ങളുടെ പുറകൂടെയുള്ളൂ. വെറുതെ ഞങ്ങൾക്ക് ഓരോരോ ദിവാസ്വപ്നങ്ങൾ തന്ന് വീണ്ടും ഞങ്ങളെ നിരാശപ്പെടുത്തുകയാണോ? സഹോദരങ്ങളെ, ഞാനല്ല അവനെ രക്ഷിക്കുന്നത്. എനിക്കെന്നല്ല, ഈ ഭൂമിയിലുള്ള ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇവനെ ഈ അവസ്ഥയിലാക്കിയത് തിന്മയുടെ ശക്തിയാണ്. സകല പ്രശ്നങ്ങളുടെയും അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പാപത്തിന്റെ പിടിയിൽ നിന്ന് ഈ മകനെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരാളുണ്ട്. ആരാണത്? ആർക്കാണ് ഇവനെ രക്ഷിക്കുന്നത്? പറയാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കണം. കുഞ്ഞെ, എന്താ ഇത്? നീ ചെറുപ്പമല്ലേ? നിനക്ക് ഇനിയും ജീവിതം ഒരുപാട് മുൻപിലുണ്ടല്ലോ. നോക്കൂ, ഈ ലഹരികളോട് നീ വിട പറയണം. നീ ഒരു തീരുമാനമെടുത്താൽ, നന്നായി ജീവിക്കണമെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ അനേകരുടെ ജീവിതം തകർത്ത് കളഞ്ഞ ഈ ലഹരിയിൽ ഞാനും തീരാൻ പോവുകയാണ്. ഞാൻ നശിച്ചു ചേട്ടാ, നശിച്ചു. ഇല്ല കുഞ്ഞെ, ഇല്ല. നീ അങ്ങനെ പറയരുത്. നീ നശിക്കില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ. എല്ലാ നിരാശയുടെ ചിന്തകളും മാറ്റിയിട്ട് നിന്റെ ഹൃദയം തുറന്ന് ഒന്ന് കേൾക്കൂ. ആ സ്നേഹവാനായ രക്ഷകന്റെ വിളി നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? മകനേ, നീയൻ പ്രാണൻ വിള, എന്നെന്നും നീ എന്റേതു മാത്രമേ. ആരാണത്? ആർക്കാണ് എന്നെ രക്ഷിക്കാൻ കഴിയുന്നത്? കുഞ്ഞെ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ മനുഷ്യനായി അവതരിച്ച യേശുനാഥന്റെ ശബ്ദമാണ് നീ കേട്ടത്. നിന്നെ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയാതിരുന്നതിന്റെ കാരണം നീ അകപ്പെട്ടിരിക്കുന്ന ഈ കെണി പാപത്തിന്റെ ചതിക്കുഴി ആയതിനാലാണ്. അതുകൊണ്ട് പാപകുലത്തിൽ പിറന്ന ആർക്കും മറ്റൊരു പാപിയെ രക്ഷിക്കാനാവില്ല. സർവ മതസംഹിതകളും ആചാര്യന്മാരുമെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന സത്യമാണ് സകല മനുഷ്യരും പാപികളാണെന്ന്. പരസ്പരം പാപികളെന്ന് വിളിക്കാനും വ്യത്യസ്തങ്ങളായ പരിഹാര മാർഗങ്ങൾ ചൂണ്ടിക്കാണിക്കാനും മാത്രമേ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ മനുഷ്യന്റെ പാപത്തിന് യഥാർത്ഥമായ പരിഹാരം വരുത്തിയത് യേശുവാണ്. വിശുദ്ധ ബൈബിളിൽ സുവ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപമില്ലാത്ത ലോകമായ സ്വർഗത്തിൽ നിന്ന് പാപികളെ തേടി രക്ഷിക്കുവാൻ ഈ മണ്ണിൽ അവതരിച്ച ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയല്ല യേശു വന്നത്, സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ്. അതാ നോക്ക്, ആ മരക്കുരിശിൽ ദേഹമെല്ലാം ഓച്ചാലുപോലെ അടിച്ച് കീറപ്പെട്ടവനായി, തലയിൽ മുക്കിയിടം തറയ്ക്കപ്പെട്ട് കൈകാലുകൾ ആണിയാൽ തുളയ്ക്കപ്പെട്ട് കിടക്കുന്ന യേശുവിനെ കുഞ്ഞെ നിനക്ക് കാണുവാൻ കഴിയുന്നില്ലേ? യേശുവിനെ എന്റെ മോനെ രക്ഷിക്കാനാവുമോ? ആ തിന്മയുടെ ശക്തി ഇനിയും വന്ന് തടയില്ലേ? ഒരിക്കലും അവന് തടയാനാവില്ല. കാരണം യേശു കാൽവരി ക്രൂശിൽ വെച്ച് അവനെ പരാജയപ്പെടുത്തി. സകല മനുഷ്യരെയും പാപം ചെയ്യിച്ച് ദൈവിക കോടതിയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അവന്റെ പിടിയിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത്.
പാപത്തിന് ശിക്ഷയുണ്ട്, അത് മരണമാണ്. യേശു നമുക്കായി അത് ഏറ്റുവാങ്ങി. അന്നത്തെ യഹൂദ മതകോടതികളും റോമാ ഗവൺമെന്റും ഒക്കെ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ആർക്കും യേശുവിൽ ഒരു തെറ്റും കണ്ടെത്താനായില്ല. ഒരു ചെറിയ തെറ്റിന് പോലും ക്രൂരമായി ശിക്ഷ വിധിക്കുന്ന റോമാ ഗവൺമെന്റിന്റെ പ്രതിനിധിയായ പീലാത്തോസ് അവനെ നോക്കി പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈ കഴുകി. ശത്രുക്കൾ പോലും മനസ്സുകൊണ്ട് അംഗീകരിച്ച നിസ്തുല്യനായ യേശു നീചമായ ഒരു മരണം സ്വയം ഏറ്റെടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നാം ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് യേശു അത് ഏറ്റുവാങ്ങി. ഇന്ന് നീ നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ ആ യേശുവിന് നിന്നെ രക്ഷിക്കാനാകും. യേശുവേ, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്. എന്നോട് ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം യേശുവേ, എന്നെ രക്ഷിക്കണം. ശരി, ഇനി ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളാരാണ്? അവനെ തൊട്ടുപോകരുത്. ഇനി അത് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവന്റെ പാപജീവിതത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇവനിനി നിന്റെ അടിമയല്ല. പാപബന്ധനത്തിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇവനെ സ്വതന്ത്രമാക്കി. ഇവനിപ്പോ ഒരു ദൈവവൈതലാണ്. അത്രയ്ക്കായോ? എന്റെ അടിമയെ നീ കൊണ്ടുപോകുമെന്നോ? ഇവൻ എന്റെ അടിമയാണ്, എന്റെ വിടവനെ. അയ്യോ, എനിക്ക് നിങ്ങളെ തൊടാൻ പറ്റുന്നില്ലല്ലോ. ഏതോ അദൃശ്യമായ ശക്തി എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഓ, നിങ്ങൾ ഇവനെയും രക്ഷപ്പെടുത്തിയല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മോനെ, ദൈവം നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇനി നീ ഒരു തെറ്റിലേക്കും പോകരുത്. കുഞ്ഞെ, യേശു നിന്നെ രക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ നാം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില അടിമ ചങ്ങലകൾ വരിഞ്ഞു മുറുക്കിയിട്ടില്ലേ? ഈ അവസരത്തിൽ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യം ഞാൻ ഓർപ്പിക്കാം. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അതെ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ മണ്ണിനോട് വിട പറയേണ്ടി വരും. മരണത്തിനപ്പുറം 2 അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിത്യമായ സന്തോഷവും സമാധാനവുമുള്ള സ്വർഗം, അല്ലെങ്കിൽ നിത്യ ദണ്ഡനങ്ങൾ ഏറ്റുകൊണ്ട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായി നരകം. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിലൊന്ന് തിരഞ്ഞെടുത്തേ മതിയാവും. യേശു നമ്മെ നരകത്തിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കേണ്ടതിനാണ് വന്നത്. ദയവായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കൂ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.